ചെങ്ങായിമാരെ, ഈ ഉസ്താദിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം കേട്ടോ. കുറച്ചല്ല, ഒരു 10 മിനിറ്റ് ഉണ്ട്, നിങ്ങൾ കേൾക്കണം കേട്ടോ. ആദ്യമായിട്ട് കുറച്ച് ഞാൻ കേൾപ്പിക്കാം. ആ പുരാണത്തിലെ ആ ശ്ലോകം ഇങ്ങനെയാണ്: ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം വേദിനി സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം. ഈ ഉസ്താദിന്റെ വീട്ടിന്റെ തൊട്ടടുത്തൊരു അമ്പലം. ഈ അമ്പലത്തിന്റെ പരിപാടിക്കെന്ന് വെച്ചത് നാടകത്തിനും കാര്യങ്ങളത്തിനും പണ്ടെല്ലാം ഉസ്താദ് പോക്കുണ്ട്. അതേ ഞാനും പറയാനുള്ള ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാലല്ലേ, നമ്മുടെ ചെറുപ്രായത്തില് നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലെ എൻ്റെ ജീവിതത്തിൽ തന്നെ, എൻ്റെ അറിവിൽ തന്നെ ഞാൻ ഒരുപാട് ദൂരമുള്ള അമ്പലത്തിലേക്കും പോയിട്ടുണ്ട്. എന്തിനെന്ന് വെച്ചാലില്ലേ, ഗാനമേള കേൾക്കാനും അതേപോലെ തന്നെ അവിടുത്തെ നാടകം കാണാനും ഇങ്ങനെല്ലാം പോയിട്ടുണ്ട് ആ പ്രായത്തിലട്ടാ. അപ്പൊ അവിടെ പോയിട്ടാകുമ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നോക്കിയാലുണ്ടല്ലോ, എങ്ങനെയെന്ന് വെച്ചാൽ ഒരു മുസ്ലിം ഹിന്ദുക്കൾക്ക് വല്ലതും ചെയ്യുമ്പോൾ അതൊരു മതസൗഹാർദ്ദമായിട്ട് എടുത്തു കാട്ടിക്കുന്നു ഇന്നത്തെ സാഹചര്യം. അതേപോലെ തന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചെയ്താലും അതും ഒരു ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന്. പക്ഷെ ഇതിപ്പോ അല്ലേ സുഹൃത്തുക്കളെ, ഇപ്പൊ ഇങ്ങനെല്ലാം പറയാൻ തുടങ്ങിയിട്ടുള്ളത്. മുമ്പത്തെ കാലത്തിൽ ഇങ്ങനെ ഈ റിയൽ കേരള സ്റ്റോറി എന്ന് പറയാറുണ്ടോ? അതെല്ലാം പിന്നെ മതസൗഹാർദ്ദം എന്ന് പറയാനുണ്ടോ? പണ്ടെല്ലാം നമ്മളുണ്ടല്ലോ കഴിയുന്നത് എങ്ങനെയാണെന്നറിയോ, ഒന്നും മനസ്സിലായില്ല. ആരാണ് മുസ്ലിം, ആരാണ് ക്രിസ്ത്യാനി, ആരാണ് ഹിന്ദു എന്ന്. കാരണം വെച്ചാൽ എല്ലാവരും തോളത്തോട് ചോർന്ന് നടക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ എത്ര മാറിയല്ലേ. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നമ്മുടെ അയൽവാസികൾ തന്നെ, അത് മുസ്ലിമാനായാലും ക്രിസ്ത്യാനായാലും ഹിന്ദുവായാലും, നമ്മുടെ ആ പഴയ നടക്കുന്ന ആ ഒരു ചിന്ത വന്നുകൂടെ നമുക്ക്? നമ്മുടെ എങ്ങനെ മുമ്പ് നടന്നിട്ടുള്ള തോളോട് ചേർത്ത് സുഹൃത്ത് ബന്ധങ്ങളാണ് ജ്യേഷ്ഠനിയൻ മാതിരി നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എന്നിരുന്നാലും ഞാൻ കൂടുതൽ ഇതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ ഉസ്താദിന്റെ വാക്കുകൾ കേൾക്കാം. എന്റെ വീടിന്റെ 1/4 കിലോമീറ്റർ അപ്പുറത്തൊരു ക്ഷേത്രമാണ്. 1/4 കിലോമീറ്റർ തൊട്ടപ്പുറത്ത് ക്ഷേത്രം. പണ്ടൊക്കെ നാടകവും ഇതൊക്കെ അന്ന് നമ്മള് ഈ ഫിത്രത്തിന്റെ കാലഘട്ടവും ജഹാലിയത്തിന്റെ കാലഘട്ടവും ഒക്കെ അല്ലേ. അപ്പൊ ഈ നാടകമൊക്കെ കാണാൻ വേണ്ടി പോയിരിക്കും. നമുക്കൊന്നും മനസ്സിലാവൂലെങ്കിലും ഫ്രണ്ടിൽ നമ്മൾ എല്ലാവരും തോന്നിക്കൊണ്ട് അവലോകത്തില് ഫസ്റ്റ് സോഫിൽ നമ്മളുണ്ടാവും. അപ്പൊ ഈ ക്ഷേത്രത്തില് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ചെണ്ടമേളമല്ല, നാടകമല്ല, മിമിക്സ് അല്ല, അതല്ലെങ്കിൽ കൊടിയിറക്കമല്ല, കൊടിയേറ്റല്ല. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധന അന്നദാനമാണ്. അല്ലേ? അന്നദാനം ഇഷ്ടംപോലെ കറികളൊക്കെ ഉണ്ടാവും. അന്ന് കഴിക്കാൻ ഞാൻ പോയിട്ടില്ല. അപ്പോ ഈ അന്നദാനത്തില് ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അവര് കളക്ഷന് വരിക, ഓരോ വീടുകളിൽ കയറി വരും. അങ്ങനെ വന്നപ്പോ എന്റെ വീട്ടിന്റെ മുമ്പിലും വന്നു. അപ്പൊ ഒരു നോട്ടീസ് തന്നു. ആ നോട്ടീസ് ഞാൻ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോ കാണുന്നത് അവരുടെ ഒരു ശ്ലോകം അതിനകത്ത് എഴുതിയിരിക്കുക. നമ്മളിപ്പോ അസദഖത്ത് റദ്ദിൽ ബല എല്ലാ പാട്ടപ്പിരിവ്, ഈ കുടുക്ക എന്താ പറയുക, കുടുക്ക അല്ലെ, പാട്ടപ്പിരിവ്, ഈ പാട്ടയുടെ ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവയ്ക്കുന്ന പോണിയില്ലേ, അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ടാവും അസദഖത്ത് റദ്ദുൽ ബല, സദക്ക വിപത്തിനെ തടയും എന്നൊക്കെ എഴുതിയിരിക്കും പോലെ അവരുടെ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് ഒരു ശ്ലോകമാണ്. എന്താ ശ്ലോകം എന്നറിയോ? പക്ഷേ അല്ല, ഞാൻ അതിൽ നിന്ന് ഇടപെട്ടോളാം. കാരണം വെച്ചാലല്ലേ, എല്ലാ നോട്ടീസിലും ഇപ്പൊ നമ്മുടെ ഒരു കല്യാണ ലെറ്ററിൽ പോലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിറഞ്ഞിട്ട് ആ കല്യാണ ലെറ്ററിൽ പോലും ഇങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതിയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് തെറ്റല്ലേ? എൻ്റെ ഒരു അഭിപ്രായമാണ്. നമ്മൾ ഈ ഒരു കല്യാണ ലെറ്റർ ആ വീട്ടിലേക്ക് കൊടുത്ത്, അള്ളാഹുവിൻ്റെ പേരാണ് അതിലുള്ളത്. അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവർ നിലത്തിട്ടിട്ട് ചവിട്ടും, അല്ലെങ്കിൽ അത് കച്ചിലയിൽ കളിയും ഈ കല്യാണ ലെറ്റർ. അങ്ങനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ നമ്മൾ ഒരു കല്യാണ ലെറ്റർ ആണോ, ഒരു ഫംഗ്ഷന്റെ ലെറ്റർ ആണോ, ഇങ്ങനെ കാർഡുകൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എഴുതാതിരിക്കലല്ലേ നല്ലത്? എഴുതിയിട്ട് അവരത് ആ വീട്ടിലേക്ക് കൊടുത്തിട്ടാകുമ്പോൾ വീട്ടുകാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് അവരത് ആവശ്യം കഴിഞ്ഞിട്ടാകുമ്പോൾ അവരത് കളഞ്ഞിട്ടാകുമ്പോൾ എന്തായി, ഒന്നിക്കലും കച്ചറയിൽ കാണാം, അല്ലെങ്കിൽ ചവിട്ടുന്ന അങ്ങനത്തെ ഇതെല്ലാം കാണാം. പക്ഷെ ഇങ്ങനെയുള്ള പേരുകളെല്ലാം സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ ലെറ്റർ നൈം ഓഫ് ദ അള്ളാ ഇങ്ങനെയുള്ള എഴുതാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാഷാ അള്ളാ ഇങ്ങനെയൊന്നും എഴുതാതിരിക്കലല്ലേ നല്ലത്, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട്. എന്നാൽ ബാക്കി നമുക്ക് കേൾക്കാം ഉസ്താദിന്റെ വാക്കുകളിലേക്ക്. ശ്ലോകമാണ് അവരുടെ ജീവിതത്തിൽ, ഹൈന്ദവ പുരാണങ്ങളിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനമായി അവരുടെ വിശ്വാസം അനുസരിച്ച് അന്നദാനത്തിന് അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്
ആ പുരാണത്തിലെ ആ ശ്ലോകം ഇങ്ങനെയാണ്: ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം മേദിനി സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഇതാണ് ആ ശ്ലോകം. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം മേദിനി സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഗജതരംഗ സഹസ്രം, 1000 ആനകളും 1000 കുതിരകളും. കുതിരയുടെ കാര്യം പറഞ്ഞപ്പോ കുതിര പോയല്ല, ആരും അങ്ങോട്ടോ 1000 ആനകളും 1000 കുതിരകളും. ഗോകുലം കോടിദാനം, 1 കോടി പശുക്കൾ. അപ്പൊ 1000 ആന, 1000 കുതിര, 1 കോടി പശുക്കൾ. എന്നെ എത്ര ഉണ്ടെന്ന് നോക്ക്. കുതിരയൊക്കെ ഉണ്ടല്ലോ, മണക്കാട് തന്നെ കുതിരയുണ്ട് അല്ലേ? ചാവുല്ലമീതുമല്ലേ? ആന വാങ്ങാൻ വലിയ പൈസയൊന്നുമില്ല, പശുവിനെ വാങ്ങാനും പൈസ ഒന്നുമില്ല. 1 കോടി പശുക്കൾ, 1000 ആനകൾ, 1000 കുതിരകൾ. വീട്ടിൽ പോയിട്ടൊന്ന് വെറുതെ ഒന്ന് കണക്ക് കൂട്ടണം. എന്നിട്ടോ ഉദയകുല കനകരചിത പാത്രം മേദിനി സാഗരാന്തം. കനകരചിത പാത്രം, ധാരാളം സ്വർണപാത്രങ്ങൾ. മേദിനി സാഗരാന്തം, സമുദ്രത്തോളം ഭൂമി. ഭീമാപ്പള്ളിയുടെ ഈ മണലുകൾ കാണിച്ചു കൊടുത്തിട്ട്, ഈ വസ്തു കാണിച്ചു കൊടുത്തിട്ട് ഇത്ര ഏക്കർ എന്ന് പറയാ, കടല് കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ 1 ഏക്കർ എടുത്തോളം പറഞ്ഞാൽ എങ്ങനെ അളക്കാനാ? അപ്പൊ സമുദ്രത്തോളം ഭൂമി എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത ഭൂമി. കനകരചിത പാത്രം, ഒരുപാട് സ്വർണപാത്രങ്ങൾ. ഇത് കൂടാതെയോ ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം, ആരും കണ്ടിട്ടില്ലാത്ത തൊട്ടിട്ടില്ലാത്ത 1 കോടി പെണ്ണുങ്ങൾ. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരാരാ? ലം യത്മിസുഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ. അത് ഹൂർലിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ 1 കോടി പെണ്ണുങ്ങൾ, ആരും അവരെ തൊട്ടിട്ടില്ല, അതൊക്കെ തൊടാതെ അവർക്ക് നോക്കാം. പക്ഷെ ആരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ അവർ ഉന്നത കുല ജാതരാണ്. ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം, കുലങ്ങളിൽ ജീവിക്കുന്ന 1 കോടി പെണ്ണുങ്ങൾ, 1 കോടി പശു, 1 കോടി പെണ്ണുങ്ങൾ, സമുദ്രത്തോളം ഭൂമി, ധാരാളം സ്വർണപാത്രം, 1000 ആനകൾ, 1000 കുതിരകൾ. ഇത് ഇത്രയും കൂടി ഒരാൾക്ക് കൊടുക്കുക. എന്നാൽ ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നു നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. വിശന്നിട്ടിയ വയറുമായിട്ട് ഉച്ച സമയത്ത് കടന്നു വരുന്ന ഒരു പാവപ്പെട്ടവനൊരു വാഴയില വെട്ടിയിട്ട് പച്ചരി ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ചവെള്ളവും കുടിക്കാൻ കൊടുക്കുന്നവ കിട്ടുന്ന പ്രതിഫലത്തോളം ഈ നേരത്തെ പറഞ്ഞതിന്റെ പ്രതിഫലങ്ങൾ എത്തൂല. ഇതാണ് ഹൈന്ദവ പുരാണങ്ങളിൽ ഉള്ളത്. എത്ര സുന്ദരമായിട്ട് ഉസ്താദ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടല്ലേ. വിശുദ്ധ ഇസ്ലാം എന്താ പറഞ്ഞത്? അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവൻ ഇനി പള്ളിയിലെ ചീഫ് ഇമാമാണെങ്കിലും ശരി, പള്ളിയുടെ പ്രസിഡന്റ് ആണെങ്കിലും ശരി, ഇനി അവൻ ആരാണെങ്കിലും ശരി, അയൽവാസി പട്ടിണി കിടക്കുന്നത് അറിഞ്ഞുകൊണ്ട് വയറ് നിറച്ച് മൃഷ്ടാനഭോജനം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അതിന് കൊടുക്കുന്ന പ്രതിഫലം നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമാണ്. മാത്രവുമല്ല, അപ്പൊ ഇതന്നെയല്ല അതിലും എഴുതിയിട്ടുള്ളത്. പിന്നെ എന്താണ് നമ്മൾ അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് നടക്കുന്നുള്ളത്? ഒരുപാട് ചിന്തിക്കാനായിട്ട് ഈ ഉസ്താദിന്റെ വാക്കുകളിൽ നമ്മൾ അപ്പുറം ഇപ്പുറം നമ്മൾ ശത്രുത കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എല്ലാവരും സ്നേഹത്തോട് കഴിയേണ്ട കാലമാണ്. അതാണ് ചില ആളുകൾ വേണ്ടാന്ന് വെക്കുന്നുള്ളത്. എന്നിരുന്നാലും നമ്മളെല്ലാ സഹോദരന്മാർക്കും നല്ലത് വരട്ടെ എന്നിട്ട് പ്രാർത്ഥിക്കാം, അല്ലേ?